സുന്ദരനും സുമുഖനുമായ ഷാൻ ഗൾഫിലേക്ക് ജോലി അന്വേഷിച്ചുപോയി. 2 മാസത്തോളം അവിടെ ജോലി അന്വേഷിച്ചു നടന്നു. അങ്ങനെ ഒടുവിൽ ഒരു പരിചയക്കാരന്റെ കെയർ ഓഫ് വഴി ഒരു പ്രിന്റിംഗ് സ്റ്റോറിൽ അവന് ജോലി കിട്ടി. അവിടെ കാര്യങ്ങൾ കുഴപ്പമില്ലാതെ പോവുകയായിരുന്നു. അതിനിടയിലാണ് ഒരു ദിവസം ഒരു അറബി പെൺകുട്ടി ആ പ്രിന്റിംഗ് സ്റ്റോറിൽ വന്നത്. അവൾക്ക് കുറച്ച് അധികം പ്രിന്റുകൾ എടുക്കുവാനുണ്ടായിരുന്നു. ഷാൻ അതെല്ലാം വളരെ പെട്ടെന്ന് തന്നെ പ്രിന്റെടുത്ത് ആ കുട്ടിക്ക് കൊടുത്തു. ആദ്യത്തെ ആ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം അവൾ ഇടയ്ക്കിടയ്ക്ക് അവിടെ വരുവാൻ തുടങ്ങി. അത് നമ്മുടെ ഷാനുമായി വലിയ അടുപ്പത്തിലാകാൻ കാരണമായി. പിന്നീട് അവരുടെ ബന്ധം പ്രണയത്തിലോട്ട് നീങ്ങി. എന്നാൽ ഷാന് വളരെയധികം പേടിയുണ്ടായിരുന്നു. അറബ് നാടിന്റെ കഠിനമായ ശിക്ഷകളെല്ലാം ആലോചിച്ച് അവൻ ഈ ബന്ധം ഉപേക്ഷിക്കുവാൻ പലവട്ടം തീരുമാനിച്ചു. പക്ഷേ അവൾക്കവനെ പിരിയാൻ കഴിയുമായിരുന്നില്ല. അങ്ങനെ ഏതാണ്ട് 2 വർഷത്തോളം അവരുടെ പ്രണയം നീണ്ടുനിന്നു. ഇതിനിടയിൽ ഇവരുടെ ബന്ധം ആ പെൺകുട്ടിയുടെ രക്ഷിതാക്കൾ അറിഞ്ഞു. ഒരു ദിവസം ഷാൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഒരു പോലീസ് വാഹനം അവരുടെ ഷോപ്പിന്റെ മുന്നിൽ വന്നിരുന്നു. അതിൽ നിന്ന് 2 പോലീസുകാർ ഇറങ്ങി ഷോപ്പിലോട്ട് വന്നു. അവർ ഷാന്റെ അടുത്തോട്ട് വന്ന് ചോദിച്ചു, "നിന്റെ ID കാർഡ് എടുക്ക്." അവൻ വേഗം കാർഡ് അവരെ കാണിച്ചു. പിന്നീട് ആ പോലീസുകാർ അവനോട് പറഞ്ഞു, "വേഗം വന്നു വണ്ടിയിൽ കയറ്." ഷാൻ ആകെ പരിഭ്രമിച്ചുപോയി. പിന്നീട് പോലീസുകാർ അവനോട് കാര്യങ്ങൾ പറഞ്ഞു. പെൺകുട്ടിയുടെ രക്ഷിതാക്കൾ അവനെതിരെ പീഡനക്കുറ്റം ആരോപിച്ച് കംപ്ലൈന്റ് തന്നിട്ടുണ്ട്, അതുകൊണ്ട് നിന്നെ അറസ്റ്റ് ചെയ്തു കൊണ്ടുപോവുകയാണ്. ഷാൻ ആകെ കുഴഞ്ഞുപോയി. അവനെ പിന്നീട് അവർ ജയിലിലേക്ക് കൊണ്ടുപോയി. വളരെ ഗുരുതരമായ കുറ്റമാണ് അവനുമേൽ ചുമത്തിയിട്ടുള്ളത്. വീട്ടുകാരും നാട്ടുകാരുമെല്ലാം വിവരമറിഞ്ഞു. അവനാകെ വിഷമത്തിലായി. ദിവസങ്ങളും മാസങ്ങളും വർഷങ്ങളും കഴിഞ്ഞുപോയി. അവൻ ആ ജയിലിൽ തന്നെ ജീവിതം തള്ളി നീക്കി. 8 വർഷത്തോളം അവൻ ജയിലിൽ കഴിഞ്ഞു. താൻ പ്രണയിച്ച പെൺകുട്ടിയെപ്പറ്റി യാതൊരു വിവരവും അവനില്ലായിരുന്നു. ദിവസങ്ങൾ അങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കെ ഒരു ദിവസം ആ ജയിലിന്റെ മെയിൻ അധികാരി തടവ് പുള്ളികളെ സന്ദർശിക്കാനെത്തി. ആ സന്ദർശനം നടത്തുന്നതിനിടയിൽ ആ ജയിലധികാരിയെ ഷാൻ കണ്ടു. അവൻ ആകെ ഞെട്ടിവിറച്ചുപോയി. അവന്റെ പ്രണയിനിയായിരുന്നു ആ ജയിലധികാരി. അവളും അവനെ കണ്ടു. അവർ പരസ്പരം കണ്ണുകളിലേക്ക് നോക്കി നിന്നു. ഒന്നും മിണ്ടാതെ അവൾ വേഗം അവളുടെ ഓഫീസിലോട്ട് തന്നെ പോയി. ശേഷം മറ്റു ഉദ്യോഗസ്ഥരോട് അവനെപ്പറ്റി അവൾ ചോദിച്ചറിഞ്ഞു. പോലീസുകാർ ജയിലധികാരിയോട് കാര്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞു. അവനൊരു പീഡനക്കേസിലെ പ്രതിയാണെന്നും 8 വർഷത്തോളമായി ഈ ജയിലിലുണ്ടെന്നും അവർ പറഞ്ഞു. അവനെപ്പറ്റി കള്ളക്കഥയുണ്ടാക്കി ജയിലിലടച്ച കാര്യം അവൾ അപ്പോഴാണ് ശരിക്കും അറിയുന്നത്. പക്ഷെ എന്തു ചെയ്യും? രക്ഷിതാക്കൾ അറിഞ്ഞാൽ അവനെ വീണ്ടും അവർ ഉപദ്രവിക്കും. അതുകൊണ്ട് മെല്ലെ അവനെ വേഗം നാട്ടിലോട്ട് കടത്തിവിടാം എന്ന് അവന്റെ പ്രണയിനി തീരുമാനിച്ചു. അവനെ ജയിൽ മോചിതനാക്കുവാനുള്ള എല്ലാ കാര്യങ്ങളും അവൾ ചെയ്തുകൊടുത്തു. പക്ഷേ അവനിനി ഗൾഫിലോട്ട് വരുവാൻ കഴിയുകയില്ല. അവൻ നാട്ടിൽ പോയി സുഖമായി ജീവിക്കട്ടെ എന്ന് ആ ജയിലധികാരിയായ അവന്റെ പ്രണയിനി തീരുമാനിച്ചു. അതിനുശേഷം അവർ തമ്മിൽ കാണാറുണ്ടെങ്കിലും ഒന്നും സംസാരിക്കുവാൻ കഴിയുമായിരുന്നില്ല. 2 പേരും കണ്ണിലൂടെ കുറച്ചുനേരം നോക്കി നിൽക്കും. അങ്ങനെ ഒടുവിൽ അവൻ ജയിൽ മോചിതനായി നാട്ടിൽ വന്നു. ഈ സമയം അവന്റെ അഡ്രസ്സും ബാങ്ക് അക്കൗണ്ടുമെല്ലാം അവന്റെ പ്രണയിനി എഴുതി വാങ്ങിയിരുന്നു. അവൻ നാട്ടിലെത്തിയപ്പോൾ വലിയൊരു സംഖ്യ അവൾ അയച്ചുകൊടുക്കുകയും ചെയ്തു. പിന്നീട് അവൾക്ക് ഒരു ലെറ്റർ എഴുതുകയും ചെയ്തു. "നമ്മൾ തമ്മിൽ ഇനി കാണില്ല. നീ നല്ല പോലെ ജീവിതം ആസ്വദിക്കൂ. ഞാൻ നിന്നെ മറക്കില്ല."